നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ 3 പ്രധാന രാഷ്ട്രീയ മുന്നണികളും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. തങ്ങൾക്ക് വിജയസാധ്യതയുള്ള 4-5 മണ്ഡലങ്ങളിൽ വലിയ സ്ഥാനാർത്ഥി ചർച്ചകളിലൂടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് NDA ലക്ഷ്യമിടുന്നത്. അതേസമയം ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന 2 മണ്ഡലങ്ങളെന്ന് ചുരുക്കത്തിൽ പറയാം. ആ 2 ലോക്സഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായി CPI സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് CPIയിൽ ഏറെക്കുറെ ചർച്ചകൾ ആയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തൃശ്ശൂരിൽ മുൻ മന്ത്രി കൂടിയായ CPI നേതാവ് VS സുനിൽകുമാർ ആയിരിക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി എത്തുക. തൃശ്ശൂരിൽ കനത്ത ത്രികോണ മത്സരം നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തുകയായിരുന്നു CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന രാജാജി മാത്യു. എന്നാൽ ഇക്കുറി സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല. 5 വർഷങ്ങൾക്ക് മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല തൃശ്ശൂരിൽ ഇക്കുറി ഉള്ളത്. ഇക്കുറി തൃശ്ശൂരിലെ രാഷ്ട്രീയ അടിത്തറ ആകപ്പാടെ മാറിയിരിക്കുന്നു. തൃശ്ശൂരിൽ ഇക്കുറി NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നടൻ സുരേഷ് ഗോപിയുടെ ജനകീയ അടിത്തറ നമുക്ക് പ്രവചിക്കാനാകുന്നതിലും അപ്പുറം ശക്തമാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന 2 മുന്നണികളാണ് LDFും UDFും. TN പ്രതാപനെ UDF സ്ഥാനാർത്ഥിയാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. TN പ്രതാപന് വേണ്ടി 1-2 ഇടങ്ങളിൽ ചുമരെഴുത്തുകൾ നേരത്തെ ആരംഭിച്ചുവെങ്കിലും KPCC നേതൃത്വം ഇടപെട്ട് തന്നെ TN പ്രതാപന്റെ പേരുകളെ മായ്പിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം TN പ്രതാപൻ പ്രതികരിച്ചത് ഈ ചുവരെഴുത്തിൽ തനിക്ക് പങ്കില്ലെന്നും പ്രവർത്തകരുടെ അമിതാവേശമാണ് ആ നടപടിക്ക് പിന്നിലെന്നുമായിരുന്നു. അതിനുശേഷമാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ സജീവമായത്. കഴിഞ്ഞ തവണ മത്സരിച്ച രാജാജി മാത്യു 3,20,000-ഓളം വോട്ടുകൾ സമാഹരിച്ചിരുന്നു. എന്നാൽ ഇക്കുറി ആ സ്ഥാനാർത്ഥിയോ അതിന് സമാനമായ സ്ഥാനാർത്ഥിയോ മത്സരിച്ചാൽ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയം അനായാസമാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് CPIയും ഇടതുപക്ഷവും. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ CPM അടക്കമുള്ള ഇടതുപക്ഷത്തിലെ മറ്റു പാർട്ടികളുടെ വോട്ടുകൾ ചോരാനുള്ള സാഹചര്യമുണ്ടെന്ന് CPIക്ക് അറിയാം. പ്രത്യേകിച്ച് CPMന്റെ വോട്ട്. അവിടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് CPMന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിനുവേണ്ടി ആരുമായിട്ട് വേണമെങ്കിലും CPM സഖ്യത്തിന് തയ്യാറാകും. അതുതന്നെയാണ് നവകേരള സദസ്സിനിടയിൽ TN പ്രതാപനെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കാനുള്ള സാഹചര്യവും. ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക എന്നുള്ളതാണ് CPMും കോൺഗ്രസും തമ്മിലുള്ള തൃശ്ശൂരിലെ രാഷ്ട്രീയ അന്തർധാര. കാരണം സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കരുത്. അതേസമയം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള 18 അടവും പയറ്റുകയാണ് കേരളത്തിലെ BJP നേതൃത്വം. അതിന് ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നേരിട്ടാണ്. നരേന്ദ്രമോദി നേരിട്ട് ഒരു മാസത്തിനുള്ളിൽ 2 തവണ തൃശ്ശൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. തേക്കിൻകാട് മൈതാനിൽ നടന്ന പൊതുസമ്മേളനം, രാജ്യത്ത് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയതിനു ശേഷം രാജ്യത്താദ്യമായി നടന്ന സ്ത്രീ സംഗമം, സ്ത്രീ ശക്തി മോദിക്കൊപ്പമെന്ന വലിയ മുദ്രാവാക്യത്തോടുകൂടി നടത്തിയ ആ സ്ത്രീ സംഗമം, ആ സംഗമത്തിൽ പങ്കെടുത്തത് കേവലം ചെറിയ ആൾക്കൂട്ടമല്ല. ആ സംഗമത്തിന് പിന്നാലെ മോദി പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തെ മാറ്റും. കേരളം മാത്രമാണ് രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം മാറാനുള്ളത്. ആ കേരളത്തെ മാറ്റിമറിക്കാനുള്ള വമ്പൻ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ തൃശ്ശൂരിന്റെ വികസന കാര്യത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്ന തൃശ്ശൂരിന്റെ ജനത സ്വാഭാവികമായും സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുമെന്ന് NDAക്ക് ഉറപ്പാണ്, BJPക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ BJPയെ പിടിച്ചു നിർത്തണമെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന തീരുമാനം CPIയിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് മുൻ മന്ത്രിയും തൃശ്ശൂരിൽ വലിയ ജനകീയ അടിത്തറയുള്ള നേതാവുമായ VS സുനിൽകുമാറിനെ അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഏകദേശം ഉണ്ടായത്. അടുത്ത പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ പല തവണകളിൽ
CPI സ്ഥാനാർത്ഥിക്ക് 3ാം സ്ഥാനം പോകേണ്ടി വന്നു. അത് മാത്രവുമല്ല, പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ CPI നാണം കെട്ട മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്ത് മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവിൽ ഈ സീറ്റ് ധാരണ സംബന്ധിച്ച ചർച്ചകൾ ഏകദേശം നടന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി. നിലവിൽ 3 തവണ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് എത്തിയ ശശി തരൂരിന് വലിയ ജനകീയ പിന്തുണയുണ്ട്. അതേസമയം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകുന്നില്ല. പ്രത്യേകിച്ച് നിർമ്മല സീതാരാമൻ, അതുപോലെ രാജ്യത്തെ എണ്ണിപ്പറയാവുന്ന നേതാക്കളിൽ സ്മൃതി ഇറാനിയോ അതുപോലെയുള്ള നേതാക്കളിൽ ആരെങ്കിലുമോ തിരുവനന്തപുരത്ത് മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതേസമയം തിരുവനന്തപുരത്ത് CPIയുടെ സ്ഥാനാർത്ഥിയായി പന്ന്യൻ രവീന്ദ്രൻ എത്താനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരിക്കൽ PK വാസുദേവൻ നായർ വിജയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ച് ലോക്സഭാംഗമായത്. പിന്നീട് ഇങ്ങോട്ട് CPIക്ക് ആ സീറ്റ് കൈവിട്ടു പോവുകയായിരുന്നു. അങ്ങനെ ആ CPIയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന മണ്ഡലത്തെ തിരികെ പിടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് പന്ന്യൻ രവീന്ദ്രൻ തിരികെ എത്തുന്നത്. എന്നാൽ അത് അത്രത്തോളം അനായാസമാണെന്ന് കരുതാനാകില്ല. അതുപോലെ CPIയുടെ മറ്റൊരു സീറ്റാണ് മാവേലിക്കര. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥിയായി. കൊടിക്കുന്നിൽ സുരേഷിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്നാൽ സംവരണ മണ്ഡലത്തിൽ മറ്റൊരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ UDFന് കഴിയാത്ത സാഹചര്യത്തിലാണ് ആ നറുക്ക് കൂടി കൊടിക്കുന്നിൽ സുരേഷിന് വീഴുന്നത്. എന്തായാലും അവിടെ CA അരുൺകുമാർ എന്ന CPIയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവിനെയാണ് ഇടതുപക്ഷം കാണുന്നത്. CPIക്ക് വലിയ വിജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര. അവിടെ ഒരു യുവരക്തം മത്സരിച്ചാൽ കൊടിക്കുന്നിൽ സുരേഷിനെ തറ പറ്റിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് CPI നേതൃത്വം. എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റുകളിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ് CPI നേതൃത്വം. 2 സീറ്റുകളെങ്കിലും വിജയിച്ചെടുക്കുക. രാജ്യത്ത് നരേന്ദ്രമോദി ഭരണം തുടരുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ NDAക്ക് BJPക്ക് അനുകൂലമായ തരംഗമായിരിക്കും രാജ്യത്ത് ആഞ്ഞടിക്കുക. എങ്കിലും കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വലിയ പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളായിരിക്കും CPI നടത്തുക, ഇടതുപക്ഷം നടത്തുക. അതിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം CPI നടത്തുന്നു. പ്രത്യേകിച്ച് ഒറ്റ ലക്ഷ്യമാണുള്ളത്, BJP വിജയിക്കരുത്. CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന, അല്ലെങ്കിൽ CPIക്ക് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളിലാണ് BJPയുടെ NDA സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷ പ്രധാനമായുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് CPI ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥികളെ, NDA സ്ഥാനാർത്ഥികളെ ഒരു കാരണവശാലും ജയിപ്പിക്കരുതെന്നുള്ളതാണ് CPIയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി.